ഹായ് ഗെയ്സ്, എന്ത് പാട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിന്ന് ഞായറാഴ്ച നമുക്ക് എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ അടുത്ത് പോകാൻ പറ്റിയ 4 സ്പോട്ട് പറഞ്ഞാൽ ഒന്ന് കക്കാടംപൊയിലാണ്, രണ്ടാമത് പറഞ്ഞത് നമ്മളെ കോട്ടക്കുന്ന്, മൂന്നാമത് മിനിയൂട്ടി, നാലാമത് കാലിക്കറ്റ് ബീച്ച്. ഇതാണ് നമ്മൾ അടുത്തില്ല. അപ്പം നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം കോഴിക്കോട് എനിക്ക് ഒരാളെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അയാളെ കാണലും നടക്കും, നമ്മളെ ബീച്ചിലൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങലും നടക്കും വിചാരിച്ചു. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് യാത്ര. അപ്പം ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയി ഇരിക്കലും കുറച്ച് കാറ്റുള്ളലും പിന്നെ കുറച്ച് ഉപ്പിലിട്ട സംഭവം കഴിക്കലും പിന്നെ നമ്മളെ മെയിൻ കാര്യം ഉണ്ടല്ലോ, നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യാറില്ല, അപ്പോൾ അയാളെ മീറ്റ് ചെയ്യലും ഒക്കെപ്പാടെ നടക്കും വിചാരിച്ചു. അപ്പോൾ പിന്നെ അന്ന് കോഴിക്കോട് ബീച്ചിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിലിട്ട് നമുക്ക് മസ്റ്റാണ്. അപ്പം ഉപ്പിലിട്ട എല്ലാ ഐറ്റംസും നമ്മൾ സാധാരണ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ഐസ്ക്രീമും പിന്നെ കുറച്ച് കഴിഞ്ഞ് ചായയും കുടിക്കും. ചായക്ക് പിന്നെ വെറൈറ്റി ഇതുണ്ടാവില്ല, അവിടെ സ്നാക്സ് വെറൈറ്റി ഉണ്ടാവില്ല, കാലിക്കറ്റല്ലേ. പിന്നെ ഐസ് അങ്ങനെ പലതും കഴിച്ചു. പിന്നെ പോരാൻ സമയത്ത് ഭയങ്കര കാറ്റുമായിരുന്നു. ഇടിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും നമുക്ക് ഭയങ്കരമായിട്ട് നല്ല കാറ്റുമായൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയും ഭയമൊക്കെ വന്നപ്പോൾ, എന്നാലും മയത്ത് ഐസ്ക്രീം തിന്നാൽ പൊളിയാണ്. അപ്പം നല്ല മഴയുന്ന സമയത്ത് ഐസ്ക്രീം തിന്നുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഐസ്ക്രീം കഴിച്ചുമ്പോൾ മായും ഐസ്ക്രീം നല്ല കോമ്പിനേഷൻ എനിക്ക് തോന്നിയപ്പോൾ, എല്ലാവർക്കും അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ മയത്ത് ഐസ്ക്രീം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നമുക്ക് ചൂടുള്ള സമയത്ത് ചൂടുവെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കുടിച്ചു, പിന്നെ കുറച്ച് എന്താ പറയുക കക്കയും കാര്യങ്ങളൊക്കെ തിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേണ്ടവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ മാത്രം കമൻറ്റ് ചെയ്താൽ മതി, അല്ലാത്തവർ കമൻറ്റ് ചെയ്യണ്ട. ഓക്കേ.